ഹാർട്ട് അറ്റാക്ക് വരണോ? ഈ 5 കാര്യങ്ങൾ ചെയ്താൽ മതി. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സ്നാക്സുകൾ സ്ഥിരമായി കഴിക്കുക. ഈ എണ്ണയൊക്കെ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അത് മാറ്റുന്നുണ്ടോയെന്ന് പോലും നമുക്കറിയില്ല. ആ ചട്ടിയിലോട്ട് എണ്ണ റീഫിൽ ചെയ്യുക മാത്രമേ പലരും ചെയ്യുന്നുണ്ടാവുള്ളൂ. പിസ്സ, ബർഗർ പോലുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുക. ഇന്ന് പിസ്സ പാർട്ടികൾ, ബർഗർ പാർട്ടികൾ സർവ്വസാധാരണമാണ്. IT കമ്പനികളിലും പല ഓഫീസുകളിലും ഒരു ചെറിയ ട്രീറ്റ് ഉണ്ടെങ്കിൽ പിസ്സ, ബർഗറാണ് നോർമലി ഓപ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത് ഹാർട്ട് അറ്റാക്കിനെ വിളിച്ചു വരുന്നതായിരിക്കും. മയണൈസിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം. ഇന്ന് കടയിൽ നമുക്ക് ലഭിക്കുന്ന മയണൈസ് പലതും 1 ലിറ്റർ എണ്ണയിൽ 1-2 മുട്ടയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആക്ച്വലി എണ്ണയാണ് കൺസ്യൂം ചെയ്യുന്നത്. പലപ്പോഴും പാം ഓയിൽ പോലത്തെ എണ്ണ ആയിരിക്കാം, വിച്ച് ഇസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. പാക്ഡ് ആൻഡ് പ്രോസസ്ഡ് ഫുഡ്, മാഗി, ലെയ്സ്, കുർക്കുറെ പോലത്തെ അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള ഹാഫ് ഫുഡ്, ചപ്പാത്തി, ദോശ ബാറ്റർ, അപ്പം ബാറ്റർ, ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് വിളിച്ചു വരുന്ന പോലെ ആയിരിക്കും. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, വ്യായാമം ഇല്ലാത്ത, മൂവ്മെന്റ് ഇല്ലാത്ത, മോർണിംഗ് ടു ഈവനിങ് സിറ്റിംഗ് ജോബുകൾ നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ വിളിച്ചു വരുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം 20 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെ ഇന്ന് ഹാർട്ട് അറ്റാക്ക് കണ്ടുവരുന്നു. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നല്ല ഭക്ഷണ രീതിയും കൊണ്ട് നമുക്ക് ഇതിനെല്ലാം ചേർത്ത് നിൽക്കാൻ പറ്റും.